വീശണമേ. വരദാനങ്ങൾ എഴുന്നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായാൽ തലേ ദിവസം നമ്മളവിടെ ചെല്ലും. കുറച്ച് ബീഫും കായൊക്കെ ഇട്ടിട്ട്, ഞങ്ങളുടെ അവിടെ ഉണ്ട് ബീഫും കായൊക്കെ ഇട്ട് വെച്ച് ഉത്സാഹ പാർട്ടിക്കാർക്ക് കൊടുക്കാനായിട്ട് അത് വയ്ക്കും. നാളികേരം ചിരണ്ടല്, നാളികേരം പിഴിയല്, അമ്മമാർ വേറെ പണി ചെയ്യല്, സാമ്പാറല്ലല്ലേ മറ്റേ ഇറച്ചി നുറുക്കല്, കല്യാണമല്ലേ. എന്തായിരുന്നു നമ്മുടെയൊക്കെ വീട്ടിൽ തലേ ദിവസം. എല്ലാ വീട്ടുകാരും വന്നു, ബന്ധുക്കൾ വന്നു, ഇടവയിലുള്ള ആൾക്കാരൊക്കെ വന്നു. എന്തൊരു ആനന്ദമായിരുന്നു. ഇന്ന് കല്യാണത്തിൻ്റെ തലേദിവസം ആരും വരണില്ല. കല്യാണത്തിൻ്റെ സമയം വീട്ടിൽ നമ്മൾ ചെന്ന് നോക്കിയ കല്യാണത്തിൻ്റെ അന്ന് എന്താ നമ്മളെല്ലാവരും ഒക്കെ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് ഇതിങ്ങനെ നിൽക്കുക. കാറെപ്പള വരിക പള്ളി പോകാനേ. അപ്പോൾ നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? ഇത് കേറ്ററിംഗുകാരാവുന്നത്. അത് കേറ്ററിംഗുകാർ പറഞ്ഞിട്ടുണ്ടെന്ന്. കേറ്ററിംഗുകാർ വന്നിട്ട് കേറ്ററിംഗുകാർ വിളമ്പിക്കോളും. എന്നിട്ട് കല്യാണം കഴിഞ്ഞു, കേറ്ററിംഗുകാർ വന്നിട്ട് വിളമ്പി. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് 7 മണിയാവുമ്പോൾ ഹലോ നിനക്കെങ്ങനെയുണ്ട്? റോസലിക്ക അവൾക്കുണ്ട്. എന്തുട്ടാ മനസ്സിലായില്ലല്ലേ? ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീട്ടിൽ അസല് വാളിയും പോത്തൊക്കെ വെച്ചിട്ട് കല്യാണത്തിനിരുന്ന് ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ടോ ജോസഫ്? ഭയങ്കര പോക്ക. സഹോദരങ്ങളെ മനസ്സിലാക്കൂ, സ്നേഹവും സൗഹൃദവും പങ്കിടുന്ന അനുഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയി. നമ്മുടെ വീട്ടിൽ മുഴുവൻ സമയവും എല്ലാവരും പ്രാർത്ഥനയുടെ സമയത്ത് പോലും എന്താ കാര്യം? പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും നമ്മുടെ സങ്കീർണ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കണക്കാക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി അവർ വീതിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ നമുക്ക് ദൈവം തന്നതൊക്കെ എന്തിനാണെന്നറിയോ പ്രിയമുള്ളവരെ? പങ്കുവെക്കാനാണ്. നിങ്ങളുടെ വീട്ടിലെ അപ്പനമ്മമാർ എന്താ ചെയ്യണേ? നിങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശും സമ്പത്തൊക്കെ എന്താ ചെയ്യണത്? ചോറ് കറിയൊക്കെ ഇട്ട് മക്കൾക്ക് മോനെ കഴിക്കടാ. ആ പങ്കുവെക്കുന്നതിലാണ് സന്തോഷം. അത് നിങ്ങളുടെ കുടുംബത്തിൽ പങ്കുവെക്കുമ്പോൾ സന്തോഷത്തെക്കാൾ വലുതാണ്. കുടുംബത്തിലല്ലാത്തവർക്ക് പങ്കുവെക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമാണ്. ക്രിസ്തു ആർക്ക് വേണ്ടിയിട്ടാ സ്വന്തം ശരീരവും രക്തവും പങ്കുവെച്ചത്? പ്രിയമുള്ളവരെ, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ആദിമ ക്രൈസ്ത ഇടവകയുടെ കാര്യം പറഞ്ഞത്, അവർ ഏക മനസ്സോടെ ഒന്ന് പറഞ്ഞാൽ, അവർ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടെ ആഹ്ലാദത്തോടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ എത്ര തിരക്കുണ്ടെങ്കിലും ആദ്യം ചെയ്തിരുന്ന കാര്യം കാലത്ത് എഴുന്നേറ്റാൽ കുളിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ വന്ന്, പ്രിയമുള്ളവർ, എന്താ കാര്യം? അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവർക്കറിയാം എല്ലാം നൽകുന്നവരാണ് അവിടുന്ന്. പള്ളി പോയിട്ടുള്ള കാര്യമുള്ളൂ.
കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ ആദ്യ കർമ്മം എഴുന്നേറ്റാൽ ദേവാലയത്തിൽ തൻ്റെ മക്കളെല്ലാവരെയും കൂട്ടി, പെൺപിള്ളേർ 3, 4, 5 പിള്ളേർ, 6 പിള്ളേർ എല്ലാവരെയും കൂട്ടി അപ്പനമ്മമാർ പള്ളിയിലേക്ക് പോകും ഡെയിലി. നാട്ടുകാർ മുഴുവൻ ഇവർ പോണ കാണുമ്പോൾ സമയമായില്ലേ എന്ന് പറയും. സമയം തിരിച്ചറിഞ്ഞിരുന്നത് കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ പള്ളി പോണ കണ്ടിട്ടാ. ആ കൊച്ചു ത്രേസ്യ വിശുദ്ധയായി. ആ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കളോ അവരും വിശുദ്ധരായി. ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മാതാപിതാക്കളെ, നിങ്ങളുടെ വളർത്തു വരുന്ന മക്കൾ നിങ്ങളെപ്പോലെ ആകണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. കർത്താവിന് ഏറ്റവും സ്വീകാര്യരായ മക്കളാകണം. നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്പത്താണ് ഈ മക്കൾ. അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ് കൊടുക്കേണ്ടത്. യേശു ക്രിസ്തു ആരാ, അപ്പനാരാ അമ്മയാരാ എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കളെ. നമ്മുടെ പൂർവികരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഉണ്ടല്ലോ, അവരെന്നും തങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നറിയോ, മോനെ അറിയടാ, മരുഭൂമിയിലാടാ അപ്പം നടന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ലടാ കഴിക്കാൻ, ആകാശത്ത് നിന്നാണ് മോനെ മന്ന വന്നത്. അതെങ്ങനെയപ്പാ? ഒന്നും നീ ചോദിക്കണ്ട, എല്ലാം തമ്പുരാൻ തരും. വെള്ളം ഉണ്ടായിരുന്നില്ലടാ മോനെ കുടിക്കാനായിട്ട്, പാറയെന്നാണ് മോനെ വെള്ളം വന്നത്. ഇത് കേട്ട് അനുഭവിച്ചിട്ടാണ് മാതാപിതാക്കളെ അവരുടെ മക്കൾ വളർന്നിരുന്നത്. കഥ പറയലല്ല അച്ഛൻ. അബ്രാഹത്തിൻ്റെ സ്ഥലമുണ്ട്. ഞാൻ 13 പ്രാവശ്യം പോയിട്ടുണ്ട് ഹോളി ലാൻഡിലേക്ക്. ഞാൻ കൊണ്ടുപോകും. ഞാൻ പറയും, ഒരു 10-25 വർഷമായിട്ടുള്ള സമ്പത്ത് വലിയവരുള്ളവരൊക്കെ പറ്റുമെങ്കിലും ഹോളി ലാൻഡിൽ പോയി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. ബൈബിളിൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് വായിച്ചാൽ പോരാ, ബോധ്യമാവണം. തളർവാദ രോഗി കിടന്ന സ്ഥലം, ബെത്സൈദ കുളക്കരയിലെ ഈശോ ജനിച്ച സ്ഥലം, ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം ഒക്കെ നിങ്ങൾ കാണണം. സത്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇത് പലപ്പോഴുണ്ടല്ലോ, പള്ളിയിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും, എഴുന്നേറ്റ് പോകും. ആരെ ബോധ്യപ്പെടുത്താൻ? അച്ഛനെ ബോധ്യപ്പെടുത്താനോ, ഭാര്യനെ ബോധ്യപ്പെടുത്താനോ, മക്കളെ ബോധ്യപ്പെടുത്താനോ? പലപ്പോഴും പ്രിയമുള്ളൊരു ബോധ്യമില്ലാത്ത അവസ്ഥയാണ്. ആദിമ ക്രൈസ്തവർ ജീവിച്ചത്, അവർ പള്ളിയില്ലായിരുന്നവർക്ക്. അവരെങ്ങനെയാ? മതപീഡനമാണ്. ക്രിസ്ത്യാനാണെന്ന് പറഞ്ഞാൽ തൂണുമ കെട്ടിയിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ജീവനോടെ. നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പള്ളി പണിയാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇവരെവിടെയാണ് കുർബാന അർപ്പിച്ചിരുന്നത് നിങ്ങൾക്കറിയോ? അച്ഛൻ പോയിട്ടുണ്ട്. കാറ്റക്കൂംസ് എന്ന് പറയും. മണ്ണ് തുരന്നിട്ട് ഭൂമിയുടെ അടിയിലേക്ക് ഗർത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് മരിച്ചവരെയൊക്കെ കൊണ്ടുപോയി ഓരോ ഹോളിൽ വെച്ചിരുന്നത്. ആ കല്ലറയുടെ ആ ഗുഹ, ഭൂമിയുടെ അടിയിൽ കുറേ പ്രദേശങ്ങൾ. ഇതുപോലത്തെ പള്ളിയല്ല. എങ്ങനെ പ്രിയമുള്ളവരെ ആ മാതാപിതാക്കൾ അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു? ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതിൻ്റെ ഉള്ളിലെ ഇവിടെ ഓരോരുത്തർ കല്ലറയിലിരിക്കുക, ശവശരീരങ്ങൾ. അതിൻ്റെ ഉള്ളിലെ അപ്പന് മുമ്പേ ആരും അറിയാതെ പൊത്തിക്കൂടെ ഇറങ്ങി വന്ന് അവരൊരു അടയാളം ഇടും, ഒരു മീനിൻ്റെ അടയാളം. അവിടെയാണ് കുർബാന നടക്കുന്നത്. ആരും അറിയാതെ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അവിടെ ഇരുന്നിട്ടാണ് യേശുവേ യേശുവേ അവിടെ കൊണ്ടുവന്ന് അപ്പം മുറിച്ച് അവർ ക്രിസ്തുവിൻ്റെ അവർ രുചിച്ചറിയും. മാതാപിതാക്കളെ, നമ്മൾ ഈ കർത്താവേ എന്ന് വലിയ വായയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ക്രിസ്തു. മരിച്ചു പോകണില്ല. നമ്മൾ രൂപാന്തരപ്പെടും. ഈ ശരീരം രൂപാന്തരപ്പെടും.
പുതിയ രൂപം ധരിക്കും നമ്മൾ. അതിന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരെയും കാണാൻ പാടില്ല. ഈ ബലി അർപ്പിക്കുന്ന സമയത്ത് നീയും കർത്താവും നിന്റെ മനസ്സും കർത്താവിൻ്റെ സാന്നിധ്യവും. ഇത് കഴിഞ്ഞിവിടുന്ന് പോകുമ്പോൾ ശക്തി പ്രാപിച്ചിട്ട് പോകണം. ശക്തി പ്രാപിച്ചിട്ട് പോകണം. അമല ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ക്യാൻസർ രോഗിനെ കാണാൻ ചെന്നതാണ്. ആൾ പറഞ്ഞു, അച്ഛൻ തൊട്ടപ്പുറത്തൊരു സിസ്റ്റർ കിടക്കുന്നുണ്ട്, അച്ഛനൊന്ന് കണ്ടോ. ഞാൻ ചെന്നപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള സിസ്റ്റർ കെട്ടിൽ കിടക്കുക. ഒരു സിസ്റ്റർ നിൽക്കുന്നുണ്ട് അവിടെ. സിസ്റ്റർ നിന്ന് കരയുക. അപ്പോൾ ഈ കിടക്കുന്ന സിസ്റ്റർ പറയുക, എന്തിനാണ് ഇവർ കരയണേന്ന് എനിക്കറിയില്ല അച്ഛാ. ഞാൻ ഈ അമല ക്യാൻസർ ആശുപത്രിയിൽ 21 വർഷം ക്യാൻസർ രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത സിസ്റ്ററാണ്. ക്യാൻസർ എന്താണ്, എങ്ങനെയാണ് ക്യാൻസർ രോഗി മരിക്കാതെ എനിക്ക് നന്നായിട്ടറിയാം. 21 വർഷം ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തികൾ എൻ്റെ മനസ്സിലുണ്ടച്ചു. എനിക്ക് യാതൊരു വിഷമവുമില്ല. ആർക്കാ പ്രിയമുള്ളവർ ഈ ലോകത്തിൽ വിഷമം? ക്രിസ്തുവിനെ അറിയാത്തവനെ, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാത്തവന് ഈ ഭൂമിയിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ സഹിക്കില്ല. എന്താ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാ നമ്മൾ. കൊച്ചു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം എപ്പോൾ കടന്നു പോകും എന്ന് നമുക്കറിയില്ല സഹോദരങ്ങളെ. മാതാപിതാക്കളെ, 33 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തു നമ്മോട് പറഞ്ഞത് എന്താണെന്നറിയോ? 35,000 വർഷം ജീവിക്കാനുള്ള സ്ഥലമല്ല ഈ ഭൂമി. നിങ്ങൾക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ പിതാവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. അവിടുത്തെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ. നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ ഞാൻ പോവുകയാണ്. ഞാൻ വീണ്ടും വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ. അച്ഛൻ ആവർത്തിച്ച് പറയുകയാണ്, ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ. രോഗങ്ങൾ മാറണം, സൗഭാഗ്യങ്ങൾ ഉണ്ടാകണം. സ്വർഗത്തെക്കുറിച്ച്, മരിക്കുമെന്നോ സ്വർഗീയ ജീവിതമുണ്ടെന്നോ അനേകം കുട്ടികളുടെ ഉള്ളിലേക്ക് മാതാപിതാക്കളെ കിട്ടിയിട്ടില്ല. നമുക്കിവിടെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടണം. സഹോദരങ്ങളെ, ലോകം മുഴുവൻ നേടിയാലും പറ, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം സഹോദര? എന്ത് പ്രയോജനം? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകണം. അതിനു വേണ്ടി ജീവിക്കണം. KCYM വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാള് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാത്തലിക് സെന്ററിൽ തൃശ്ശൂർ താമസിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മുറിയിൽ താമസിച്ചിരുന്നു. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയും മക്കളോടും പറഞ്ഞിട്ടുണ്ട്, അച്ചു, ആഴ്ചയിലെ 6 ദിവസം അപ്പൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. 7-ാം ദിവസം അപ്പൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? എൻ്റെ അർത്ഥം, അച്ചോ, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി, ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോവില്ല. എൻ്റെ ഒരു സുഹൃത്തൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ കൂട്ടി എൻ്റെ ഇടവകയിലെ രോഗികളായി കിടക്കുന്ന ഓരോ വീടുകളിലേക്കും ഞാൻ ചെല്ലും. ആ ഡോക്ടർ ഈ രോഗികളൊക്കെ പരിശോധിച്ച് അവർക്ക് വേണ്ട മരുന്നുകളെ കുറിച്ച് തരും. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്നുകളൊക്കെ വാങ്ങിച്ച് ഈ വീടുകളിലൊക്കെ കൊണ്ടുകൊടുത്ത് അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഒരു 1:30-2 മണിയാവുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. എൻ്റെ മക്കളും ഭാര്യയും കാത്തിരിക്കും. എന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. മാതാപിതാക്കളെ, ആ അപ്പൻ മരിച്ചു എന്ന് കേട്ടാൽ ആ ഭാര്യയും മക്കളും കരയില്ല. കാരണം എന്താണ് നിങ്ങൾ ആലോചിച്ചു? ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെക്കാൾ കൂടുതൽ കർത്താവിനെയാണ് ശുശ്രൂഷിച്ചിരുന്നത്, സ്നേഹിച്ചിരുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഭർത്താവ് എന്നേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നവനാണെന്ന്?
എത്ര ഭാര്യമാർക്ക് പറയാൻ പറ്റും? എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ കർത്താവിന് പ്രിയപ്പെട്ടവളാണെന്ന് എത്ര അപ്പന്മാർക്ക് പറയാൻ പറ്റും? എൻ്റെ മക്കൾ ധൈര്യക്കുന്നു, നിങ്ങളുടെ മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ മക്കൾ ഈശോയെ സ്നേഹിക്കുന്നവരാണച്ചോ എന്നെത്ര പേർക്ക് പറയാൻ പറ്റും? അതിനല്ലേ പ്രിയമുള്ളൊരു ഈ ദേവാലയം? പിന്നെന്തിനാ? വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മെത്രാപ്പോലിത്ത എന്നോട് പങ്കുവെച്ചത്, രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും, കുർബാന കഴിഞ്ഞിട്ട് നടക്കാൻ പോകുമ്പോൾ ആ ഇടവകയിൽ പരിചയമുള്ളൊരു വീട്ടിൽ കയറി. കേരളത്തിലല്ല. കയറിയപ്പോൾ പിതാവ് എന്ന് കയറിയിൽ അപ്പനമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അവർ ഡെയിലി ഈ പിതാവിൻ്റെ കുർബാനയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഇപ്പം 2 ആൺപിള്ളേരുണ്ട് അവരുടെ വീട്ടിൽ. അവർ 2 മുറിയിലാണ്, വാതിലടച്ചിരിക്കുക. അമ്മ, എടാ മോനെ ബിഷപ്പ് വന്നുണ്ട്. വാതിൽ തുറന്നില്ല അവൻ. കുറേ നേരം ഇരുന്ന് ബിഷപ്പ് കാപ്പി കുടിച്ച് പോകാൻ നേരപ്പോഴും ചെന്ന് തട്ടി. എഴുന്നേറ്റില്ല. അവർ മുറി തുറന്ന് വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോൻ വന്നു. എന്നിട്ട് നേരെ ബിഷപ്പിൻ്റെ നേരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഫാദർ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. അപ്പനമ്മേരെ മുമ്പിൽ വെച്ച്. ഈ അപ്പനമ്മയുണ്ടല്ലോ, ഡെയിലി ഈ ബിഷപ്പിൻ്റെ കുർബാനയിൽ വന്ന് കുർബാന സ്വീകരിക്കുന്ന ആൾക്കാരാ. താഴെയുള്ള കുട്ടികൾ ഐ ഡോണ്ട് ടു ബിലീവ് ഇൻ ഗോഡ്. മാതാപിതാക്കളെ, നിങ്ങളുടെ ഈ മക്കൾക്ക് എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കണേ? നല്ല ജോലിയോ, നല്ല ആരോഗ്യമോ, നല്ല വസ്ത്രമോ, നല്ല ചെറുക്കനെ പെണ്ണിനെ? ഇതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മരിച്ചു പോയാൽ ഈ കുട്ടികൾ ആരിൽ ആശ്രയിച്ചിട്ട് ജീവിക്കും? കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. നഷ്ടമോ കഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. പ്രിയ സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവർ ജീവിച്ച ജീവിതത്തോടൊപ്പം നമുക്കും ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ ജീവിക്കാൻ സാധിക്കണം. എന്തിനാണ് ഡേവിസ് സർമലച്ച് നിങ്ങളുടെ ഒരു ധ്യാനം നടത്തുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും തരാനല്ല ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളോട് കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കാൻ പറയാനാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് മരിച്ചു പോവാണെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. കാരണം ആരോടൊരു കടപ്പാടുമില്ല, തമ്പുരാനോട് മാത്രമേ കടപ്പാടുള്ളൂ. ഞാൻ മരിച്ചു പോയാൽ ആർക്കൊരു ദോഷം ഉണ്ടാവാനും പോണില്ല. ഈ ജീവിതം കർത്താവ് തന്ന ദാനമാണ് പ്രിയമുള്ളവരെ. നിങ്ങളുടെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു പോയ എൻ്റെ കുടുംബത്തിൽ ആകെ കഷ്ടപ്പാട് ഒന്നും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, നമ്മളല്ല, കർത്താവാണ് എൻ്റെ കുടുംബത്തെ നയിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. സ്വർഗത്തിലേക്കാണ് എൻ്റെ യാത്ര എന്നുള്ള ബോധ്യം ഉണ്ടാകണം. നമ്പർ 1, സ്വർഗത്തിലേക്കാണ് എൻ്റെ ജീവിതയാത്ര. എനിക്ക് പ്രായം 50, 60, 70, 80 ആയിക്കോട്ടെ. എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. അതൊരു വലിയ വീട് പണിയലല്ല, കല്യാണം കഴിക്കലല്ല, കുട്ടികളെ പഠിപ്പിക്കലല്ല. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഡോക്ടർ. അടുത്തൊരു ദിവസം ഒരു സ്ഥലത്തൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ ചേച്ചി പറയായിരുന്നു, അച്ചോ ഇവിടെ 50 വയസ്സ് കഴിയുമ്പോൾ ഈ ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടോന്ന് ചെക്കപ്പ് കമ്പൽസറി ആയിട്ട് നടത്തണം. ഞാൻ അത് നടത്താൻ പോയി. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം നെഞ്ചത്തൊരു വേദന. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. എൻ്റെ മകൻ ഡോക്ടറാണ് അച്ചോ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കുക റിസൾട്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ നേഴ്സ് വന്നിട്ട് പറയണ്, യെസ് ഓക്കെ ഇറ്റ് സീംസ് ക്യാൻസർ. ഓപ്പണായിട്ട് പറയാ ഇറ്റ് സീംസ് ക്യാൻസർന്ന്. ആ സഹോദരി തരിച്ചിരുന്നു പറയാ. മോനെ വിളിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മ വിഷമിക്കാതെ നമുക്കൊരു ബയോപ്സി നോക്കാം. ബയോപ്സി നോക്കി ക്യാൻസറാണ്. ഒറ്റ ദിവസം. വല്ലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വയലിലെ പുല്ല് പോലെ നീ പാടിക്കരിഞ്ഞു പോകും. ഈ ശരീരമല്ല മനുഷ്യൻ, ഇതിൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവ് ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതാണ് നീ.
കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ ശരീരമല്ല. ആ സഹോദരി ഇപ്പം ഉണ്ടല്ലോ, കീമൊക്കെ കഴിഞ്ഞ് ഭയങ്കര മാറ്റം വന്നു. എല്ലാ ദിവസവും പണി കഴിഞ്ഞാൽ മദർ തെരേസയുടെ കോൺവെൻ്റ് ഉണ്ട് അവിടെ പോയി അവിടെയുള്ള കുട്ടികളുടെ കൂടെ ചെലവഴിച്ചിട്ട് വൈകിട്ട് തിരിച്ചു വരും. എനിക്ക് എൻ്റെ വിഷമമൊക്കെ മാറി വെച്ചു. ഇത്രയും നാൾ കർത്താവ് ജീവിതം തന്നില്ലേ, എനിക്ക് പരാതിയില്ല. സഹോദരങ്ങളെ, ഈ കൊറോണ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേര് നിങ്ങളുടെ കൂടെയില്ല? എന്തേ നിങ്ങളെ കർത്താവ് മാറ്റിവെച്ച്? കൂടുതൽ നന്മ ചെയ്യാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. യേശുവോടെ ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ പ്രിയമുള്ളവരെ? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ? മക്കൾക്ക് വേണ്ടിയിട്ടാ ജീവിക്കാതിരിക്കോട്ടാ? മക്കൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കുമോ? കർത്താവിന് വേണ്ടി ജീവിച്ചോളൂ. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണേ? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണേ? നിങ്ങളുടെ അപ്പനമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണേ? എത്ര കാലം ജീവിക്കും നിങ്ങൾ? കർത്താവിന് വേണ്ടി ജീവിക്കണം. പരിശുദ്ധാത്മാ